മരണസംഖ്യയല്ല ഒരു യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ലക്ഷ്യം നേടുക എന്നത് കുറേ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. കുറേ ആളുകളെ കൊല്ലാൻ ആർക്കും കഴിയും. ഇപ്പോൾ പലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് ഇസ്രായേൽ നിരന്തരമായി ബോംബിട്ട് 2.5 വർഷം യുദ്ധം ചെയ്തു. എന്നിട്ട് അവിടെ ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങൾക്കെതിരായ ഭീഷണികൾ ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുഎസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുതുതായിട്ട് റോയിറ്റേഴ്സ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിയില്ല, അവിടെ ഭരണമാറ്റം ഉണ്ടാകില്ല, ഭരണമാറ്റത്തിന് ഒരു സാധ്യതയുമില്ല. കാരണം അവിടുത്തെ മെജോറിറ്റി ജനങ്ങൾ, അതായത് 95% എബവ് ജനങ്ങൾ അവിടുത്തെ ഈ മുജ്തബ ഖാംനെയിയെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കുടുങ്ങി എന്നുള്ളതാണ് ആദ്യം. അതായത് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും, യുദ്ധം നിങ്ങൾ തുടങ്ങിയാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, ഞങ്ങൾക്ക് മുന്നും നോക്കാനില്ല, അമേരിക്കയുടെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും, ഇസ്രായേലിന് നേരെ ആക്രമിക്കും എന്നൊക്കെ കൃത്യമായി ഇറാൻ നേരത്തെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് കൊടുത്തത് പല തവണ. അവർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു, അതിനെന്താ കുഴപ്പം? എല്ലാ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? നാളെ ഇപ്പോൾ അമേരിക്ക വന്നിട്ട് പറയുകയാണ് ഇന്ത്യ S-400 എന്ന് പറയുന്ന റഷ്യയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങരുത്, അത് റഷ്യയുടെ പ്രൊഡക്റ്റാണ്, നമ്മൾ റഷ്യ എതിർക്കണം എന്ന് ട്രംപ് പറഞ്ഞാൽ അതനുസരിക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കില്ല. ഏതു ഇറാൻ നടത്തുന്നത് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ്. കടലിലാണെങ്കിൽ കപ്പലുകൾ കത്തിക്കുന്നു, കരയിലാണെങ്കിൽ മിസൈൽ മഴ, അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ തൊടുത്തുവിടുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു കനൽ ആളിക്കത്തുന്നത് പശ്ചിമേഷ്യയിലാണ്. അപ്പം ഈ ഒരു ആക്രമണം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും ഇതിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് സത്യമാണോ, അല്ലെങ്കിൽ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകുമോ? അല്ല, അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നതല്ല, പിന്മാറേണ്ടി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിലല്ല, അങ്ങനെ തന്നെ പറയണം. കാരണം അമേരിക്ക അവരുടെ പ്രഖ്യാപിത നിലപാട്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ 13 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ പിടിച്ചെടുക്കുക, റെജീം ചേഞ്ച് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക, അതിനുശേഷം താൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരി വരിക. ഇതാണ് ട്രംപിൻ്റെ ആഗ്രഹമെന്ന് ട്രംപ് പലതവണ പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, അതിനുശേഷം ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു ഇനി അവിടെ വരാൻ പോകുന്നത് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഭരണകൂടമാണെന്ന് വരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് യുദ്ധലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും പറയുന്നത് ഇത്ര ആളുകൾ, ഇറാനിൽ 5000 പേര് മരിച്ചില്ലേ, 2000 പേര് മരിച്ചില്ലേ, അപ്പോൾ അത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും വിജയമല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ബുദ്ധിശൂന്യരായ ആളുകളുണ്ട് നമുക്കിടയിൽ. പക്ഷേ മരണസംഖ്യയല്ല ഒരു യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ലക്ഷ്യം നേടുക എന്നത് കുറേ ആളുകളെ കൊല്ലുക എന്നുള്ളതല്ല. കുറേ ആളുകളെ കൊല്ലാൻ ആർക്കും കഴിയും. ഇപ്പോൾ പലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് ഇസ്രായേൽ നിരന്തരമായി ബോംബിട്ട് 2.5 വർഷം യുദ്ധം ചെയ്തു. എന്നിട്ട് അവിടെ ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്, നമുക്കത് മറന്നിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ വാർത്താ ഏജൻസികൾ പരിശോധിച്ചാൽ കാണുന്ന കാര്യം, അവിടെ ഇപ്പോഴും പലസ്തീൻ ഭരണകൂടത്തിന് ഭരണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഹമാസാണ്. ഹമാസിനെ ഒരു വര വരച്ചിട്ട് ആ വരയ്ക്കിപ്പുറത്തേക്ക് ഇസ്രായേൽ സൈന്യം കടക്കരുതെന്നായിരുന്നു ഹമാസുമായിട്ടുള്ള ഡീല്. അത് ഇസ്രായേൽ അതുപോലെ പാലിക്കുന്നുണ്ട്. ആ വരച്ച വരയുടെ ഇപ്പുറത്തേക്ക് ഇസ്രായേൽ വന്നിട്ടില്ല ഇതുവരെ. അതായത് ഹമാസിനെ ഇല്ലാതാക്കുക, ഹമാസിനെ ഇല്ലാതാക്കി ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള യുദ്ധലക്ഷ്യം പലസ്തീനിൽ ഇസ്രായേൽ നിറവേറ്റിയിട്ടില്ല. അത് പരാജയമായിരുന്നു അവരുടെ. അതുകൊണ്ടാണ് പതുക്കെ സ്കൂട്ടായത്. ബന്ദികളെ കിട്ടിയപാടെ ഈ ഇസ്രായേൽ പതിയെ പിന്മാറിയതിന് കാരണം അതാണ്. അവർക്ക് മനസ്സിലായി ഹമാസിനെ ഇല്ലാതാക്കി പലസ്തീൻ ഞങ്ങൾ പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഇസ്രായേൽ ആദ്യം. പലസ്തീൻ പിടിച്ചെടുക്കും എന്നുള്ളത് യുദ്ധലക്ഷ്യമായിരുന്നു. ആ യുദ്ധലക്ഷ്യം നിറവേറിയില്ല. ട്രംപ് പറഞ്ഞത് എന്താണ്? പലസ്തീനിൽ ഞങ്ങൾ ഉല്ലാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും, പലസ്തീൻ നരകമാക്കി ഞങ്ങൾ ഉല്ലാസ കേന്ദ്രം അവിടെ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ഉല്ലാസ കേന്ദ്രമൊന്നുമില്ല, ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അപ്പോൾ അന്തിമ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രഖ്യാപനങ്ങൾ, അവിടുത്തെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇറാനിൽ അവർ ഉദ്ദേശിച്ചിരുന്നത്, അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ചിരുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇസ്രായേലും പറഞ്ഞിരുന്നത് ഞങ്ങൾക്കെതിരായ ഭീഷണികൾ ഇല്ലാതാക്കുന്നത് വരെ. അങ്ങനെ തന്നെയാണ് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിരുന്നത്, ഞങ്ങൾക്കെതിരായ ഭീഷണികൾ ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് തന്നെ ഒരു സ്വകാര്യ ചാനലിൽ രണ്ടാമതും പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറാൻ്റെ എല്ലാം ഞങ്ങൾ തകർത്തു, ഇനി അധിക നാൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾ വിജയിച്ചു എന്നാണ്
ട്രംപ് പറയുന്നത്. അപ്പോൾ അതായത് ഞങ്ങൾ പിന്മാറാൻ ഒരുക്കമാണ് എന്ന സൂചന ട്രംപ് കൊടുക്കുകയാണ്. നെതന്യാഹു പറഞ്ഞതായി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജെറുസലേം പോസ്റ്റ് ഇന്ന് പുറത്തുവിട്ടതാണ്. അതിൽ പറയുന്നത് ഞങ്ങൾ റെജിം ചേഞ്ച് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ റെജിം ചേഞ്ച് അതായത് ഭരണമാറ്റം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നില്ല, മറിച്ച് യുദ്ധഭീതി കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ഇവർ മാറ്റി പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഭരണമാറ്റം എന്നുള്ള ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച, അല്ലെങ്കിൽ ഇറാൻ പിടിച്ചെടുക്കുക, അവിടുത്തെ ഭരണം വെനസ്വലൻ മോഡലിൽ ഇറാനിൽ ആക്രമിക്കുമെന്നാണ് ഈ തീവ്ര സയനിസ്റ്റ് ലോബി ഇസ്രായേലിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ വെനസ്വലയിലെ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റുകൾ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേൽ ഈ വെനസ്വല ഇറാനിൽ ആവർത്തിക്കും, അവിടെയും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഭരണമാറ്റം വേണ്ട, അല്ലെങ്കിൽ ഭരണമാറ്റം നടക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവാണ്. US-ൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുതുതായിട്ട് ഒരെണ്ണം റോയിറ്റേഴ്സ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിയില്ല, അവിടെ ഭരണമാറ്റം ഉണ്ടാകില്ല, ഭരണമാറ്റത്തിന് ഒരു സാധ്യതയുമില്ല. കാരണം അവിടുത്തെ മെജോറിറ്റി ജനങ്ങൾ, അതായത് 95% എബോവ് ജനങ്ങൾ അവിടുത്തെ ഈ മുജ്തബ ഖാംനെയിയെ പിന്തുണയ്ക്കുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക ഭരണത്തെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലും അമേരിക്കയും പറയുന്ന പോലെ ഖാംനെയിയുടെ ഭരണത്തോടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾ സ്വതന്ത്രരായി എന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാദം മുഖവിലക്കെടുത്തിട്ടില്ല ഇറാനിലെ ജനങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നേരത്തെ ഏത് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ഈ ഒരു ഭരണമാറ്റം അമേരിക്ക അവിടെ കൊണ്ടുവരിക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അടിച്ചമർത്തുക, അതെല്ലാം ഫുള്ള് പിടിച്ചെടുക്കുക എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ അയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് ശേഷം അവർ പ്രതീക്ഷിച്ചതല്ല പിന്നീട് സംഭവിച്ചത്. അപ്പം അത്തരം ഒരു നീക്കത്തിലേക്ക് ഇറാൻ കഴിഞ്ഞു. പിന്നീട് ഈ പറയുന്ന പുതിയൊരു നേതാവിനെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതായത് അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ വരുമ്പോഴത്തേക്കും ഈ ആക്രമണത്തിന്റെ ഒരു വേറെ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിരുന്നതെല്ലാം ആകെ മാറി മറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ പുടിൻ വരുന്നു, ഇപ്പോൾ ഉത്തര കൊറിയയും വരുന്നു. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അമേരിക്കയുടെ മുൻ ഉപദേഷ്ടാവ് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇവര് ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം ചിന്തിച്ചിരുന്നു എങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് റഷ്യയിൽ നിന്ന് ആണവായുധങ്ങൾ, റഷ്യയിൽ നിന്നല്ല ക്ഷമിക്കണം, ഉത്തര കൊറിയയിൽ നിന്ന് ആണവായുധങ്ങൾ റഷ്യ വഴി ഈ പറയുന്ന ഇറാനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടായേനെ. അത് ഒരു ഭീഷണി പോലെ തന്നെയാണ് ഈ ഉപദേഷ്ടാവ് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ടാണോ ഇപ്പം ഈ മോഹങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് അത് രണ്ട് കാരണങ്ങളാണ്. അതായത് ഒന്ന്, തുടങ്ങി കുടുങ്ങി എന്ന് നമ്മൾ പ്രാദേശികമായി സംസാരിക്കുന്ന ഒരു ഭാഷയാണ്, തുടങ്ങി കുടുങ്ങി. രണ്ടാമത്തത് ഈ പറയുന്നത് പോലെ ചെകുത്താനും കടലിനും നടുവിൽ. മൂന്നാമത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറുന്നത്. പല പ്രയോഗങ്ങൾ മലയാളത്തിലുണ്ട്. ഇതെല്ലാം കൂടി സമ്മേളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് തുടങ്ങി കുടുങ്ങി എന്നുള്ളതാണ് ആദ്യം. അതായത് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും, യുദ്ധം നിങ്ങൾ തുടങ്ങിയാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, ഞങ്ങൾക്ക് മുന്നും നോക്കാനില്ല, അമേരിക്കയുടെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും ഞങ്ങൾ ആക്രമിക്കും, ഇസ്രായേലിന് നേരെ ആക്രമിക്കും എന്നൊക്കെ കൃത്യമായി ഇറാൻ നേരത്തെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് കൊടുത്തത് പല തവണ. ഓരോ തവണ ട്രംപ് അവിടെ നിന്ന് ഞങ്ങൾ അടിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്നതിനപ്പുറം ഇത് മേഖലാ യുദ്ധമായി മാറും, ഇത് കേവലം ഇറാനെ മാത്രമായിരിക്കില്ല ബാധിക്കുക, മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ബാധിക്കും, ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കും. ഇതൊക്കെ നിരന്തരമായിട്ട് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. അപ്പോഴും ഇറാൻ പറഞ്ഞത് ഞങ്ങളായിട്ട് തുടങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്നേ. അവരുടെ പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അതെന്താ കുഴപ്പം? അവർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു, അതിനെന്താ കുഴപ്പം? എല്ലാ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? നാളെ ഇപ്പോൾ അമേരിക്ക വന്നിട്ട് പറയുകയാണ് ഇന്ത്യ S-400 എന്ന് പറയുന്ന റഷ്യയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങരുത്, അത് റഷ്യയുടെ പ്രൊഡക്റ്റാണ്, നമ്മൾ റഷ്യയെ എതിർക്കണം എന്ന് ട്രംപ് പറഞ്ഞാൽ അതനുസരിക്കേണ്ട ഒരു ബാധ്യത ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യയുടെ പ്രതിരോധമാണ്, അത് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പരമാധികാരമുള്ള ജനാധിപത്യ രാജ്യമാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്തിനാണിത് കേൾക്കേണ്ട കാര്യം? ഇന്ത്യ എന്നല്ല, ഏത് രാജ്യവും എന്തിനാണ് ട്രംപ് പറയുന്നത് കേൾക്കുന്നത്? എന്ത് തരം അങ്ങനെ ഒരു കരാറുണ്ടോ? ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ കാൽ കീഴിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ള കരാറുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ പരമാധികാരവും ആത്മാഭിമാനവും ആണ് വലുത്. ഒരു
കൃത്യമായ ഒരു രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തെ ജനങ്ങളോട് സ്നേഹവും കൂറും ആത്മാർത്ഥതയുമുള്ള ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഏറ്റവും കൃത്യമായ കാര്യമാണ് ആയത്തുള്ള അലി ഖാംനെയി ചെയ്തത്. ഖാംനെയ്ക്ക് ട്രംപിൻ്റെ കാല് പിടിച്ചാൽ സുഭിക്ഷമായി ജീവിക്കാമായിരുന്നല്ലോ. ഈ എണ്ണ പറയുകയാണ്, ഖാംനെയി പറയുകയാണ്, നിങ്ങളിത് ഇവിടുന്ന് എണ്ണ കൊണ്ടുപോക്കൂ, അതിലൊരു 10% എനിക്ക് തന്നാൽ മതി, എനിക്ക് എന്നെ ഇവിടെ രാജാവായിട്ട് വഴിക്കുക, എനിക്ക് വേണ്ട എല്ലാ സംവിധാനവും നിങ്ങൾ ഒരുക്കി തന്നാൽ, എന്നെ ഭീഷണിപ്പെടുത്തുന്നവരെ മുഴുവൻ നിങ്ങൾ തകർക്കുക, എനിക്ക് പ്രൊട്ടക്ഷൻ തരിക, ഇവിടുന്ന് എണ്ണ കൊണ്ടുപോക്കൂ എന്ന് ഖാംനെയി പറയുകയാണെങ്കിൽ ട്രംപ് അപ്പം സമ്മതിച്ചേനെ. ഖാംനെയ്ക്ക് ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാം, ഖാംനെയുടെ മക്കൾക്ക് ജീവിക്കാം, കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാം, ഈ പറയുന്ന IRGCക്ക് പോലും യുദ്ധമൊന്നും ചെയ്യേണ്ട സുഖമായിട്ട് കഴിയാം. അവരത് ചെയ്യാത്തതിൻ്റെ കാര്യം ആ രാജ്യത്തോടുള്ള ആത്മാർത്ഥതയാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അവർ വിലവെക്കുന്നതാണ്. ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അവർ മുറുക്ക പിടിക്കുന്നതുകൊണ്ടാണ്, രാജ്യസ്നേഹമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അതൊരു വലിയ കുറ്റമായി കണ്ടിട്ട് ഇവരെ മുഴുവൻ ഇല്ലാതാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം, ഏത് തരം ഭരണകൂടം ആയിക്കോട്ടെ, ആ ഭരണകൂടത്തെ, ആ രാജ്യത്തിനുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ പുറമേ നിന്നൊരു മൂന്നാം ശക്തി ആ രാജ്യത്തെ തകർക്കാനായിട്ട് വരുമ്പോൾ ആ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അങ്ങനെയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഈ ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുന്നതോടെ അവിടുത്തെ ജനങ്ങൾ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവിടെ ഒരു പാരലൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഈ ഖാംനെയി ഭരണകൂടമല്ലാതെ ഇസ്ലാമിക ഭരണകൂടമല്ലാതെ മറ്റൊരു ഭരണകൂടത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ മുറവിളി കൂട്ടും എന്നായിരുന്നു ട്രംപും ടീമും ധരിച്ചു വെച്ചത്. അതവിടെ തെറ്റിപ്പോയി. അതാണിപ്പോൾ US ഇൻ്റലിജൻസും പറയുന്നത്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത്രയധികം ജനങ്ങൾ നിങ്ങൾക്ക് എതിരാണ്. സ്വാഭാവികമായിട്ടും ആ എതിർപ്പ്, കുട്ടികളെ കൊന്ന 160ഓളം കുട്ടികളെ കൊന്നൊടുക്കിയ സംഭവം അടക്കം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ നല്ല ഈ ലോകം മുഴുവൻ ഞെട്ടിപ്പോകുന്നൊരു സംഭവമാണത്, അല്ലെങ്കിൽ വല്ലാതെ വിഷമിക്കുന്നൊരു സംഭവമാണ്. അത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടുള്ള ഒരു ഒരു ടീമിനെ, ട്രംപിനെയും ആളുകളെയും അവിടുത്തെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കും? ഒരിക്കലും ഇല്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്കയ്ക്ക് അടിപതറി. പിന്നെ ഇറാൻ്റെ തിരിച്ചടി ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലാണ് തിരിച്ചടി. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി റോയിറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു, ഒരു വാർത്താ ഏജൻസിയുടെ വാർത്ത പുറത്തു കൊടുക്കുന്നു, അമേരിക്ക ഈ രാത്രി അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ പോവുകയാണ്. ഇസ്രായേലും US സംയുക്തമായിട്ട് ഇറാനെ തകർക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ഏജൻസി, മീഡിയ, ഏതോ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇറാൻ തീരാൻ പോവുകയാണ്, ഇപ്പം അവസാനിക്കും എന്ന നിലയിലേക്ക് വലിയ തലക്കെട്ടുകൾ കൊടുക്കുന്നു. പക്ഷേ രാവിലെ അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ജെറുസലേമിലേക്കും, ഇസ്രായേലിലെ ജെറുസലേമിലേക്കും, ടെലവീവിലേക്കും, ഈ പറയുന്ന ഹൈഫയിലേക്കുമൊക്കെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുക. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. അമേരിക്ക അഭിമുഖീകരിക്കുന്നൊരു വലിയ കുഴപ്പം ഇതാണ്. ഇറാൻ തീർന്നു, ഇറാൻ തകർന്നു, ഇറാൻ്റെ ശക്തി ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാനായിട്ട് അമേരിക്ക സമ്മതിക്കുന്നില്ല ഇറാൻ. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഒരു തവണയെങ്കിലും ട്രംപ് പറയുകയാണത്, ഇറാൻ കഴിഞ്ഞു കേട്ടോ, ഞങ്ങൾ പോവാണ്, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനൊരു അവസരം കിട്ടിയാൽ ട്രംപ് പോകും. പക്ഷെ അതിന് ഇറാൻ ഒരുക്കമല്ല. 2-3 തവണ ട്രംപ് പറഞ്ഞു. ആദ്യം ഒന്ന് പറഞ്ഞു ഞങ്ങൾ ജയിക്കുകയാണ്, ഇപ്പോൾ യുദ്ധാധികാരം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറയാണ് അങ്ങനെ നിങ്ങൾ പോകണ്ട, യുദ്ധം ചെയ്തിട്ട് പോയാൽ മതി, 6 മാസം വരെ ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണെന്ന് ഇറാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അപ്പോൾ തിരിച്ച് ഞങ്ങൾ യുദ്ധത്തിനില്ലെന്ന് പറയാൻ പറ്റില്ല. 6 മാസം വരെ യുദ്ധം ചെയ്യാമെന്ന് വെല്ലുവിളിക്കുന്ന ഇറാനെ തിരിച്ച് ആക്രമിച്ചില്ലെങ്കിൽ, അതേ രീതിയിൽ വെല്ലുവിളിച്ചില്ലെങ്കിൽ അമേരിക്ക അവിടെ കൊച്ചാവും. ലോകത്തിന് മുന്നിൽ അമേരിക്ക നാണം കെടും. ഇറാൻ്റെ വെല്ലുവിളിയിൽ പേടിച്ച് അമേരിക്ക പിന്മാറിയെന്ന് വരും. അപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. രണ്ടാമത് ഇതേപോലെ തന്നെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഒരു തോറ്റ രാജ്യമാണ്, ലോസേഴ്സിൻ്റെ ഗവൺമെൻറ്റാണ്, പശ്ചിമേഷ്യയിലെ ശക്തിയൊന്നുമല്ല ഇറാൻ, ഇപ്പോൾ ഇറാനെ ഞങ്ങൾ ഈ രാത്രി കൊണ്ട് തീർക്കാൻ പോവുകയാണ്, ഇറാൻ കീഴടക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 21 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്ത വന്നത്. അതുപോലെ ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ നിന്ന് കത്തുകയാണെന്നുള്ള വാർത്ത വന്നു. ലോകം മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുന്ന വിധത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിക്കുന്നുവെന്ന വാർത്ത വന്നു. ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ ക്ലെയിമുകൾ ഇറാൻ നടത്തി. നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്ന് വരെ ഇറാൻ ചോദിച്ചു. ഇതൊക്കെ ഈ ട്രംപിൻ്റെ വെല്ലുവിളിക്ക് പിന്നാലെ നടക്കുന്നതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് എങ്ങനെയെങ്കിലും ഒരു വിജയം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാനെ സമ്മതിക്കുന്നില്ല, ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലും വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഴുവൻ ഞങ്ങൾ തകർക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുക. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെ, യുദ്ധ നിരീക്ഷകരൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇസ്രായേലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള സെൻസർഷിപ്പ് ഇസ്രായേലിന്. അപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനനുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്തോ ഒക്കെ
ഈ ഇസ്രായേലിൽ നിന്ന് മലയാളികളടക്കമുള്ള കുറേ ആളുകൾ സ്ഥിരം യൂട്യൂബിൽ വരും. എന്നിട്ട് പറയും ദേ ഇത് ടെല്ലവീവ്, ഇത് ബീർഷബ, ഇത് ഹൈഫ, ഇത് മറ്റേ ജെറുസലേം, ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾ വെറുതെ സുഡാപ്പികൾ വെറുതെ കുരയ്ക്കുന്നതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ കോമഡി വീഡിയോ ഇറക്കുമായിരുന്നു. ഇവരാരെയും ഇപ്പോൾ കാണാനില്ല. ഈ പറയുന്ന ഒരാളെ ഇപ്പോൾ കാണാനില്ല. അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന. പക്ഷെ ഞാൻ പറയുന്നത്, മറ്റ് രാജ്യങ്ങൾ തകരുമ്പോൾ പലസ്തീനിൽ 60,000 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 60,000 സാധാരണക്കാർ, 30,000 കുട്ടികൾ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ കൊല്ലപ്പെട്ടു, അവിടെ വംശഹത്യ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ചിരിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, യുദ്ധം ചെയ്താൽ എപ്പോഴും ഞങ്ങൾ ജയിക്കും, യുദ്ധം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഭയങ്കര പ്രൊട്ടക്റ്റഡാണ് എന്നൊക്കെ പറഞ്ഞ് വെള്ളമടിക്കുന്ന വിഷ്വലും തുള്ളിച്ചാടുന്ന ഒരു വശത്ത് കുട്ടികൾ മരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ അതിനെ പൊട്ടിച്ചിരിച്ചും കൈയടിച്ചും തുള്ളിച്ചാടിയും വർഗീയമായി അതിനെ ഉപയോഗിച്ചുമൊക്കെ ആഘോഷിച്ചിരുന്ന കുറേ ആളുകൾ ഇസ്രായേലിൽ നിന്ന് നിശബ്ദരാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. കാരണം എന്താണ്? അവിടെ വലിയ സെൻസർഷിപ്പുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കേണ്ടവരാണ്, അവർ ജീവിക്കേണ്ടവരാണ്, അവർക്കൊന്നും സംഭവിക്കരുത്. സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, യുദ്ധം എന്നുള്ളത് മാനവരാശിക്ക് ഭീഷണിയാണ്. അത് ഏത് രാജ്യത്തിനെതിരെയായാലും ആർക്കെതിരെയായാലും ഒരിക്കലും അത് അംഗീകരിക്കാൻ പാടില്ല. യുദ്ധമില്ലാത്ത ഒരു 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 ലോകക്രമം. ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് മാതൃകാപരമാണ്. ഭാരതത്തിൻ്റെ നിലപാട് എപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമാണ്. ഇപ്പോൾ ഭാരതമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇറാനെ അടിക്കുക എന്ന് പറയുന്നില്ല. എന്നാൽ അതേസമയം ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്നും ഇന്ത്യ പറയുന്നില്ല. സമാധാനം വേണം, പശ്ചിമേഷ്യയിൽ സമാധാനം വേണം, അതിനുവേണ്ടി ചർച്ച നടക്കണം. ഇന്ത്യ വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ഡിപ്ലോമാറ്റിക്കായിട്ട് നീങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് വഴിയാണെങ്കിലും എണ്ണ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യൻ കപ്പലുകളെ തടയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള വലിയ വിജയമാണെന്നേ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഡിപ്ലോമാറ്റിക് പോളിസികളുടെ വിജയം തന്നെയാണ്, അതൊരു സംശയമില്ല. മറ്റെല്ലാ രാജ്യങ്ങളും ട്രംപ് പോലും പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പവറിൽ നമ്മൾ എണ്ണ കൊണ്ടുവരാണ്. അത് യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്വീകാര്യത. നമ്മൾ വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിക്കുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരം യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ ട്രംപിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപിൻ്റെ പക്ഷം പിടിച്ചിട്ട് അടിക്ക് ഇറാനെ എന്ന് പറയാം. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഇറാനുമായിട്ടും നല്ല ബന്ധമുള്ളൊരു രാജ്യം. അത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മിടുക്കല്ല. അത് മാത്രമല്ല, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിച്ചു പോരുന്ന ഇപ്പോൾ നെഹ്റു ആയാലും വാജ്പേയി ആയാലും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കീഴിലാണെങ്കിലും ഇന്ത്യ എന്ന രാജ്യം സ്വീകരിക്കുന്നൊരു നയമുണ്ട്, വിദേശ നയമുണ്ട്. ആ നയമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഗുണകരമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അത്തരം നിലപാടുകളാണ്. പക്ഷേ അതേസമയം ഹോർമുസ് കടലെടുക്ക് ഈ വിധത്തിൽ അടച്ചിടുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കും. കാരണം ലോകം മുഴുവൻ ഇതിൻ്റെ കാരണക്കാരായിട്ട് ചൂണ്ടിക്കാണിക്കുക അമേരിക്കയും ഇസ്രായേലിനെ ആയിരിക്കും. ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭക്ഷ്യക്ഷാമം മാത്രം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് യുദ്ധം തുടങ്ങി 11-ാം നാളിൽ 11 ദിവസം കഴിഞ്ഞപ്പോൾ നടത്തിയ ചർച്ചയായിരുന്നു. 11-ാം നാളിൽ യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇന്ത്യയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ പാചകവാത ക്ഷാമം, ഹോട്ടലുകൾ അടച്ചുപൂട്ടുക. ഇന്ന് തിരുവനന്തപുരം മിക്കയിടത്തും ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടാണ്. കാരണം ഭക്ഷണം വെക്കാനായിട്ട് ഗ്യാസ് ഇല്ല. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഭക്ഷണം കൊടുക്കുക? ഒന്നിച്ച ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. പുറത്തും ഭക്ഷണമില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സാഹചര്യമില്ല. മെട്രോ ഇപ്പോൾ കൊച്ചി പോലുള്ള സിറ്റിയിൽ വിറക് എവിടെ കിട്ടാനാണ്? ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം, പക്ഷെ അത് വലിയ ചിലവേറിയ ഏർപ്പാടാണ്. വൈദ്യുതി ബില്ല് എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരു 5-8 പേരൊക്കെ ഉള്ള ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ 10 പേരൊക്കെ ഉള്ള ഹോസ്റ്റലിൽ ഇൻഡക്ഷൻ കുക്കർ വെച്ച് എത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് ഇത്രയും അറ്റത്ത് കിടക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത കേരളത്തെ ഇത് ഇങ്ങനെ ബാധിക്കുമെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എത്രത്തോളം ബാധിക്കും? എണ്ണ വിറ്റ് ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ. ഇന്ത്യക്ക് വലിയ കുഴപ്പമില്ല, റഷ്യയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ നമുക്കിപ്പോൾ ഹോർമുസിലൂടെ പോരാൻ കഴിയുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ കുറേയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ പറയുന്നത് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി പറയുന്ന ഒരു കണക്ക്, അവരുടെ കരുതൽ എണ്ണ ശേഖരത്തിൽ നിന്ന് എണ്ണ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു മാസം വരെയൊക്കെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാം. പക്ഷെ അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അത് 12 ദിവസമായി, ഇനി ഒരു 10-15 ദിവസം കൂടി അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോഴോ ഈ ഒരു യുദ്ധം 3-ാം ലോക മഹായുദ്ധമായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, 3-ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധം വെച്ചിട്ടുള്ള യുദ്ധമല്ലേ? ഇതല്ലല്ലോ.
ഇത് ഇറാൻ ചെയ്യുന്നത് ഒരു വലിയ സമ്മർദ്ദമല്ലേ. അതെ. ഹോർമുസ് കടലിടുക്കിൽ മുഴുവൻ ബോംബുകൾ ഇടുകയാണ്, ബോംബുകൾ മൈനുകൾ നിക്ഷേപിക്കുകയാണ്. അവിടെ ഹിസ്ബുള്ളയും വരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഹൂത്തികൾ അപ്പുറത്ത് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ ബാബൽ മന്ദബ് കടലെടുക്കെന്ന് പറയുന്ന മറ്റൊരു ചെങ്കടൽ ഒരു വഴിയുണ്ട്. ഈ വഴിയും അറബ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചില രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും, സൗദി ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അവിടെ ചെങ്കടലിലെ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്താൽ എന്ത് ചെയ്യും? 2 പ്രധാനപ്പെട്ട കടൽപാതകൾ ഇല്ലാതാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ ഭയങ്കര കടുപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇറാൻ ശക്തമായിട്ട് മുന്നോട്ട് പോവാണ്, ഒരു സംശയം വേണ്ട. കപ്പലുകൾക്കൊക്കെ ആക്രമണം നടത്തി. ഇനി ഇപ്പൊ തന്നെ 14 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത്. 6 കപ്പലുകൾ. പണ്ട് ഇറാൻ ഇങ്ങനെ ഈ സിവിലിയൻസിന്റെ അടുത്തേക്ക് ഒരു ആക്രമണം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ നയതന്ത്ര മേഖല അല്ലെങ്കിൽ ഈ പറയുന്ന എയർ ബേസുകളിലേക്കൊക്കെ മാത്രം ഒതുങ്ങുന്ന ഒരു ആക്രമണമാണ് നടത്തിയിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പം മൊത്തത്തിൽ ഈ പശ്ചിമേഷ്യ തന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോഴാണ്. അതായത് അതിൽ ഇറാൻ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന അഭിപ്രായമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഇറാൻ അതാ ഒരു സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയാണ്. പക്ഷേ ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള സമ്മർദ്ദം കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് അത്. ഒരു വശത്ത് അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ ഭീഷണി, മറുവശത്ത് എണ്ണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക. ഇത് എത്ര കാലം അമേരിക്കയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റും? അമേരിക്ക ഈ സമ്മർദ്ദം എത്ര കാലം അതിജീവിക്കാൻ പറ്റും? ഇറാനെതിരായിരുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയായി. എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും അമേരിക്കയ്ക്ക്? അപ്പം അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ യുദ്ധം നിർത്താതെ, അത് ഇറാൻ പറയുന്നതൊക്കെ അംഗീകരിക്കാതെ, അതായത് നിരുപാധികം പിന്മാറുക, ഇനി മേലാൽ ഈ വഴിക്ക് വരരുത്. 2, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. 3, ഇനി ഞങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാതിരിക്കുക. ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കരാറിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതായത് 2ാമത്തെ നേതാവ് വന്നപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുമില്ല, കരാറിലേക്ക് വരില്ല, വിട്ടുപൊക്കോളാ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്ന് നിരുപാധികം വിട്ടുപൊക്കോളാം, ഇനി മേലാൽ ഈ വഴിക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ മലയാളം. ഇതാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ, അംഗീകരിക്കാതെ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു തോൽവി ട്രംപിന് ഉണ്ടാകാനുമില്ല. പിന്നെ അങ്ങോട്ട് ട്രംപിനെ ആരും വിലവയ്ക്കാനും പോകുന്നില്ല. അമേരിക്കയുടെ ഏക സാമ്രാജ്യം, ഞങ്ങൾ മാത്രമാണ് ഏകാധിപത്യ, ലോകത്തിൻ്റെ പവർ ഞങ്ങളാണ് എന്നുള്ളതൊക്കെ തീരും. അവിടം തൊട്ട് ഇറാൻ ലോകത്തിലെ മറ്റൊരു വലിയ ശാക്തിക ചേരിയായിട്ട് മാറും. ഇറാൻ, റഷ്യ, ചൈന, ഉത്തര കൊറിയ അടക്കം എല്ലാവരും അടുത്ത ടീമായിട്ട് ഇവിടെ നിൽക്കും. അത് ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സർവ്വ അഹങ്കാരങ്ങളും തീർത്ത് കെട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, ഒരു സംശയം വേണ്ട.